ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പിയുമായിട്ടാണ്. മന്തിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കി നോക്കുക. കാരണം മന്തിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. ബിരിയാണിയും മന്തിയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ റൈസാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതും വളരെ കുറഞ്ഞ നെയ്യിലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അത്രയും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. അതായത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കുന്ന റൈസാണ് നമുക്ക് ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിപ്പം 5 കപ്പ് സെല്ല ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് മാത്രം നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കരുത്. ഈ ഒരു റൈസിന് ഞാൻ ബിന്ദി റൈസ് എന്ന പേരിടാനുള്ള മെയിൻ കാരണം ബിരിയാണിയും മന്തിയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ റൈസാണ്. അപ്പം മന്തി ഇവിടെ ചിക്കൻ സ്റ്റോക്കും ഒരുപാട് ഓയിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇക്കാക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയൊരു റൈസായിരുന്നു. പക്ഷെ ഭയങ്കര ഹിറ്റായിപ്പോയി, ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അപ്പോൾ അങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അരി വേവിക്കാനുള്ള വെള്ളത്തിൽ ആദ്യം ഞാൻ ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവണം, കുറച്ചധികം വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹാഫ് വേവിലൊന്നും എടുക്കരുത്. അരി നന്നായിട്ട് വെന്ത ശേഷം വേണം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബിരിയാണിയുടെ സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വേവിച്ചെടുക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 5 കപ്പ് അരിയിലോട്ട് 5 വലിയ സവോള എടുത്തിട്ടുണ്ട്. നല്ലോണം കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ റൈസ് റെസിപ്പി ഉണ്ടാക്കുന്നത് അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. നെയ്യോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. 5 വലിയ സവോളയാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ചെറി ടൊമാറ്റോ ആണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ 5 മീഡിയം സൈസ് തക്കാളി മതി. സവോളയുടെ അത്രയും വേണ്ട തക്കാളി കേട്ടോ. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ബിരിയാണിയിലോട്ട് ചേർക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് സവോളയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വരുന്ന വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തക്കാളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരണം. അപ്പോൾ അത് മസ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നാലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോഴും ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഉള്ളി വഴറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സമയം കളയേണ്ട ആവശ്യമില്ല, അതിന് ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അരി അവിടെ വേവിക്കാൻ വെച്ചല്ലോ, അത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ളത് വേവിച്ചെടുക്കാനുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് അത് തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈരും ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഏലക്ക, പട്ട, പൂവ് അതൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം നമ്മൾ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി 1 കിലോ ചിക്കന് നന്നായിട്ട് കഴുകിയെടുത്ത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കന് വല്ലാണ്ട് വലിയ പീസെല്ലാം ആക്കിയിട്ടുള്ളത്, നമ്മൾ കറിയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, വല്ലാണ്ട് ചെറിയ പീസും അല്ല. അപ്പോൾ ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ മന്തിയൊക്കെ വേവിക്കൂലേ, അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചിക്കൻ വേവുമ്പോൾ ചിക്കൻ ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കൂലേ, ആ ഒരു ബിരിയാണിയിലുള്ള ചിക്കനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കിടന്നിട്ട് വേവുമ്പം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക കേട്ടോ, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സവോളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെന്ന്, പക്ഷേ ലാസ്റ്റ് നമ്മൾ ദമ്മൊക്കെ ഇടുമ്പോൾ ഒക്കെ നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കുക. പുളി, അതായത് തൈരിൻ്റെ പുളി അല്ലെങ്കിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയപ്പം ഉപ്പാണ് കുറവുണ്ടായിരുന്നത്, അപ്പോൾ ഉപ്പ് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ ചേർത്തിട്ടുണ്ട്. തൈര് നോക്കട്ടോ, നമ്മൾ ബിരിയാണിയിലോട്ടുള്ള മസാല ഇല്ലേ അതേപോലെ തന്നെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് നമ്മുടെ മസാലയിൽ ചേർക്കുന്നുണ്ട്. ഒട്ടും തന്നെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് എങ്ങനെയായാലും ആ നെയ്യ് ചേർക്കാഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മസാലയിൽ 1 ടീസ്പൂൺ മതി കേട്ടോ നെയ്യ് ചേർത്തിട്ടുള്ളത്. ഞാനിത് മുമ്പ് ഇക്കാക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നെയ്യ് ചേർത്തപ്പോഴും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ 1 ലെയർ നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തു. എന്നിട്ട് മല്ലിയില പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സമാധാനത്തിന് ഒഴിച്ചു കൊടുക്കുന്നതാണ്. മൊത്തം ഞാനിതിലോട്ട് 4 ടീസ്പൂണ് നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഈ ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓവറായിട്ട് കുക്കാവില്ല, ഒട്ടിപ്പിടിക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ മന്തിയുടെ റൈസുമാണ്, എന്നാൽ മന്തി കഴിച്ചൊരു ഫീലും നമുക്ക് കിട്ടും, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ വീണ്ടും നെയ്യ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയില പുതിനയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദം ഇടുക വേണ്ടത്. ഒരു 3-4 അലുമിനിയം ഫോയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം സീൽ ചെയ്ത് കൊടുക്കണം. ഒരു അരമണിക്കൂർ 30 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ദം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ തുറക്കരുത് കേട്ടോ. ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അരമണിക്കൂറും കൂടി വെച്ചിട്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ, അരമണിക്കൂർ വെച്ചിട്ട് വേണം തുറക്കാൻ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ദമ്മൊക്കെ കെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അരമണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ ദമ്മിട്ട ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് ഓഫ് ചെയ്ത ശേഷം വയ്ക്കുക, എന്നിട്ട് വേണം തുറക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 30 മിനിറ്റ് ദം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ശേഷമാണ് ഇപ്പോൾ ഈ തുറക്കുന്നത് കേട്ടോ. ഒരുപാട് നേരം വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുന്ന ആ ഒരു മണമല്ല, നല്ലൊരു സ്പെഷ്യൽ മണം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ബിരിയാണി കാണുമ്പോൾ ഒരു ബിരിയാണിയുടെ ലുക്കാണ്, പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ മന്തിയും ബിരിയാണിയും കൂടി കഴിച്ചാലുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റായിരുന്നു. കാരണം മന്തിയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്, പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ മന്തിയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് സമാധാനത്തിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാ ബസ്മതി റൈസ് അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് തന്നെ വരുള്ളൂ. മന്തി റൈസ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് മന്തിയുടെ ഒരു മണവും ആ ഒരു രുചിയും ആ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും തൈരിൻ്റെ കൂടെ ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ ടൊമാറ്റോ ചട്നിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. നമ്മുടെ ബിരിയാണിയും മന്തിയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ബിന്ദി റൈസ്. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.